പോർട്ടുഗൽ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ഹജ്ജ് തീർത്ഥാടകർക്ക് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും കൂടുതൽ ഫലപ്രദമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സർക്കാർ കോട്ടയിൽ അടുത്ത വർഷത്തെ ഹജ്ജിന് അവസരം ലഭിച്ച തീർത്ഥാടകർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നൽകുന്ന സാങ്കേതിക പഠന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി CEO സി ഷാനവാസ് മുഖ്യാതിഥിയായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി. നഗരസഭ, വാർഡ് കൗൺസിലർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വാർഡ് കൗൺസിലർമാർ എന്നിവരും ചടങ്ങിൽ ഏതായിരുന്നാലും ഞാനിവിടെ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. സത്യത്തിൽ മറ്റ് പരിശീലന പരിപാടികളാണ് നടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നടക്കട്ടെ. നല്ല രീതിയിൽ ഇതേപോലെ സംസ്ഥാനത്ത് ഒട്ടുക്കും എല്ലാ മേഖലകളിലും ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കണം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഹജ്ജ് കമ്മിറ്റിയുടേതായ കുറേ പ്രോപ്പർട്ടികളുണ്ട്. ഇപ്പോൾ ഹജ്ജ് ഹൗസ്, അതുപോലുള്ള കുറേ സംവിധാനങ്ങൾ, അതൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ 2 മാസം അതിന് അവിടെ ജോലിയുള്ളൂ, അവിടെ തിരക്കുള്ളൂ. അപ്പോൾ അത് നേരത്തെ CEO പറഞ്ഞ പോലെ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ട്രെയിനിങ്ങിനും കോച്ചിങ്ങിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഇപ്പോൾ ബോംബെയിലെ ഹജ്ജ് കമ്മിറ്റിയിൽ സിവിൽ സർവീസ് കോച്ചിങ് വരെ നടക്കുന്നു. അപ്പോൾ അതിനൊക്കെ ചില നല്ല ഉന്നതമായ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ ആവശ്യമുള്ള മേഖല. അപ്പോൾ അതിനുള്ള സംവിധാനം വളരെ ടോപ്പ് ലെവലിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തണം. അതിനുള്ള ഏറ്റവും നല്ല ട്രെയിനർമാരെ ഒക്കെ കൊണ്ടുവന്ന് നല്ല കൃത്യമായ മോഡ്യൂളൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ കഴിയുമോ എന്ന് കൂടി, അതൊക്കെ ഒരു ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താമെന്നാണ്. വിദ്യാഭ്യാസപരമായ ഉന്നതി നമുക്കേറെ ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ നിലവിലുള്ള സംവിധാനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്ലാനുകൾ കണ്ണൂരുള്ള ഹജ്ജ് പ്രോപ്പർട്ടിയിൽ ചില പദ്ധതികൾ ഒക്കെ നമ്മുടെ ചെയർമാൻ ഹുസൈൻ സഖാഫിയും ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളൊക്കെ അവരുടെ ആശയത്തിലുണ്ട്. കാലങ്ങളായി നമ്മുടെയൊക്കെ ആശയത്തിലുണ്ട്. പലരും ഉപദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചുമതല ഏറ്റെടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെ വെറുതെ കിടക്കണം, അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അതിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ നടക്കുകയും എന്നാൽ അത് നടന്നുകൊണ്ട് തന്നെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നതൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ CEOനോട് സംസാരിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല ഒരു ഉദ്ദേശവുമായി വിശുദ്ധ ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തവരാണ് നിങ്ങളെല്ലാവരും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ആ ലക്ഷ്യത്തിലേക്കാണ്. നമ്മുടെ ജീവിതായോധനങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടക്കും. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഞാനൊരു ഹാജിയാണ്, ഞാനൊരു ഹജ്ജുമ്മയാണ്, ഹജ്ജിന് പോകാൻ പോവുകയാണ്, പടച്ചവൻ ആ സൗഭാഗ്യം തന്നയാളാണ്. അപ്പോൾ ആ ഒരു സൂക്ഷ്മതയോടുകൂടി ആ കർമ്മത്തിലേക്ക് എത്താനും കർമ്മം നിർവഹിച്ച് പിറന്നു വീണ കുഞ്ഞിൻ്റെ വിശുദ്ധിയോടെ തിരിച്ചെത്താനും, അതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ടതോടെ പെടുന്നതോടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പാപങ്ങളും കൊടുത്ത് വളരെ ശുദ്ധമായി തിരിച്ചു വരികയാണ്. അപ്പം അത് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒരു ദർജയാണ്, ഒരവസ്ഥയാണ്, അല്ലേ? അങ്ങനെ എല്ലാ നമ്മളൊക്കെ മനുഷ്യരാണ്, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും, ദിനേന സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതെല്ലാം കഴുകി തുടച്ച് സ്ഫടിക സമാനമായ വിശുദ്ധിയോടുകൂടി തിരിച്ചു വരാൻ സാധിക്കുക, എന്നിട്ട് ഭാവി കാലമോ അതുപോലെ ജീവിക്കാൻ സാധിക്കുക, അതൊരു വലിയ പുണ്യം. അപ്പോൾ ആ പുണ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഈ സംസ്ഥാനതല ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.